പാട്ട് തെരൻ. കച്ചുവേക്ക് ബഹൻ. കച്ചുവേ എന്ന് പറഞ്ഞാൽ ടോറ്റീസ്. ടോറ്റീസിൻ്റെ സഹോദരി. കച്ചുവേക്ക് ബഹൻ എന്ന് പറഞ്ഞാൽ ആമയുടെ സഹോദരി. ഇതാണ് നമ്മുടെ ആമ കേട്ടോ. ഇങ്ങനെ കുളത്തിൽ നിന്ന് ആമ കയറി പുറത്ത് വന്ന് നിൽക്കുകയാണ്. നോക്കിക്കേ. കച്ചുവ तालाब से निकला और धीरे धीरे सर्क कर खेत की मोड़ पर आकर बैठ गया. കച്ചുവ തലാബ് എന്ന് പറഞ്ഞ കുളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അവർ ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ സർക്ക് കർ ഖേത്ത് കി മോഡ് പർ ആക്കർ ബൈഠ. പതുക്കെ നടന്നു വന്ന് അത് എവിടെ പോയിരുന്നു? ഖേത്ത് എന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെ വരമ്പിൽ പോയി ഇരുന്നു. പാടത്തിൻ്റെ വരമ്പിൽ വന്നിരുന്നു. बैठ गया ഇരുന്നു. तालाब से बाहर का संसार उसे बहुत प्यारा लगा. കുളത്തിന് പുറത്തുള്ള സൻസാർ ലോകം അവന് വളരെ ഇഷ്ടപ്പെട്ടു. കുളത്തിന് പുറത്തുനിന്നുള്ള ആ ലോകം അവന് വളരെ ഇഷ്ടമായി. ഒന്നുകൂടെ. कछुआ तालाब से निकला और धीरे धीरे सर्क कर खेत की मोड़ पर आकर बैठ गया. तालाब से बाहर का संसार उसे बहुत प्यारा लगा. കച്ചുവ കുളത്തിൽ നിന്നിറങ്ങി പതുക്കെ നടന്ന് പാടത്തിൻ്റെ വരമ്പിൽ പോയിരുന്നു. കുളത്തിന് പുറത്തുള്ള ആ സൻസാർ ലോകം അവന് വളരെ ഇഷ്ടമായി. വഹ് സ്കൂൾ से लौटते खिलखिलाते बच्चों को देखकर बहुत खुश हुआ. സ്കൂൾ വിട്ട സമയമാണപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന കിൽക്കിലാത്തെ സന്തോഷിച്ചുല്ലസിച്ച് ആഹ്ലാദിച്ച് വരുന്ന കുട്ടികളെ കണ്ടപ്പോഴേക്കും ബോത്ത് ഖുഷ് ഹോ ഗയ. അവന് ഭയങ്കര സന്തോഷമായി. ഉസ്നെ അപ്പന സിർ നിക്കാൽ കർ ബച്ചോം കി തരഫ് ദേഖ. അവൻ തൻ്റെ തല പുറത്തേക്കിട്ട് അവൻ കുട്ടികളുടെ നേരെ നോക്കി. स्कूल से लौटते खिलखिलाते बच्चों को देखकर बहुत खुश हुआ. സ്കൂളിൽ നിന്നും വളരെ ആഹ്ലാദത്തോടെ ചിരിച്ചുല്ലസിച്ച് വരുന്ന കുട്ടികളെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ തൻ്റെ തല നിങ്ങൾക്കറിയാമല്ലോ, ആമയ്ക്ക് തല തൻ്റെ ഷെല്ലിനകത്തേക്ക് ഇടാനുള്ള കഴിവുണ്ടല്ലേ. അവൻ ഷെല്ലിനകത്തേക്ക് പുറത്തേക്കിട്ട് കുട്ടികളെ നോക്കാൻ തുടങ്ങി. കുട്ടികളുടെ നേരെ നോക്കി. ബച്ചോംനെ കച്ചുവേ കോ ദേഖാ തോ उस पर बारी से ठेले मारने लगा. ബച്ചോ കുട്ടികളും കച്ചുവയെ കണ്ടു, ആമയെ കണ്ടു. തോ ഉസ് പർ ബാരി സെ ഠേലെ മാർനെ ലഗ. ആമയുടെ പുറത്തേക്ക് കല്ലെറിയാനായിട്ട് തുടങ്ങി. മാറി കല്ലെറിയാനായിട്ട് തുടങ്ങി. ഠേല എന്ന് പറഞ്ഞാൽ പെബിളാണ് കേട്ടോ. ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ആമയെ എറിയാൻ തുടങ്ങി കുട്ടികൾ. നോട്ടീസ് അല്ലേ, ഭയങ്കര കുസൃതി കുട്ടികൾ. അവരെന്നാ ചെയ്തു? ആമയെ കണ്ടപ്പോൾ ആമയുടെ പുറത്തേക്ക് കല്ലെറിയാനായിട്ട് തുടങ്ങി. ഏക ചോട്ടിലടുക്കി ജോർ സെച്ചിലായി. ഒരു കൊച്ചു പെൺകുട്ടി അപ്പോൾ എന്ത് ചെയ്തു? ഉറക്കെ അലറി. ക്യോ മാർ രഹേ ഹോ, നിങ്ങൾ എന്തിനാണോ കന്നെ എറിയുന്നത്? ഇസ്നെ തുമാര ക്യാ ബിഗാടാ ഹേ, ഇത് നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തത്? പാവ ആമ, അത് നിങ്ങൾ വല്ല ദോഷം ചെയ്തോ? എന്തിനാണ് നിങ്ങളതിനെ കല്ലെടുത്ത് എറിയുന്നത്? ബച്ചംനെ കച്ചുവേ കോ ദേഖാ തോ ഉസ് പർ ബാരി സെ ഠേലെ മാർനെ ലഗെ. ഏക ചോട്ടി ലड़की जोर से चिल्लाई, क्यों मार रहे हो? उसने तुम्हारा क्या बिगाड़ा है? ഈ കുട്ടികളെല്ലാം ഇതിനെ കല്ലെറിയുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുണ്ട് കൊച്ചു പെൺകുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അവരോട്. പാവം ആമയെ കല്ലെറിയുന്ന കണ്ടു. അതുണ്ടോ കല്ലെറിയുന്നത്. എന്നിട്ട് ഈ കൊച്ചു പെൺകുട്ടി എന്തു പറഞ്ഞു? ഇത് നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തത്? ഇതിനെ എന്തിനാണ് നിങ്ങൾ കല്ലെറിയുന്നത്? പെൺകുട്ടി ഒച്ച വെച്ചു. ക്യോ ഏഹ് തുമാര ഭായി ഹേ ക്യാ? എന്തുകൊണ്ട്? ഇത് നിന്റെ സഹോദരനാണോ? ഞങ്ങളിതിനെ കല്ലെറിഞ്ഞു എന്നോർത്തുകൊണ്ട് നിനക്കെന്താ ഇതുമാത്രം വിഷമം? ഇത് നിന്റെ സഹോദരനൊന്നും അല്ലല്ലോ. ശൈത്താനിലെടുക്കേനെ ശൈത്താനിലെടുക്കാന്ന് പറഞ്ഞ് ഞോട്ടി വളരെ കുസൃതിയും പിടിച്ച കുട്ടികൾക്കാണ് ശൈത്താനിലെടുക്കുക എന്ന് പറയാം. ആ ആൺകുട്ടികൾ ചോദിച്ചു, കുസൃതി കുട്ടികൾ ചോദിച്ചു, ക്യൂ ഏ തുമാര ഭായ് ഹേ, എന്താ ഇത് നിന്റെ സഹോദരനാണോ? വേ ഉസ്
लड़की को कछुए की बहन कहकर चिढ़ाने और हंसने लगे. ഈ കുട്ടികൾ എന്ത് ചെയ്തു? അവളെ, ആ പെൺകുട്ടിയെ കച്ചുവേക്കി ബഹൻ, ആമയുടെ സഹോദരി, കച്ചുവേക്കി ബഹൻ എന്ന് പറഞ്ഞാൽ ആമയുടെ സഹോദരി എന്ന് പറഞ്ഞ് അവളെ ദേഷ്യപ്പിടിപ്പിക്കാനായിട്ട് തുടങ്ങി. क्यों, यह तुम्हारा भाई है क्या? शैतान लड़के ने कहा. वे उस लड़की को कछुए की बहन कहकर चिढ़ाने और हंसने लगे. क्यों, എന്തുകൊണ്ട്? ഈ കച്ചുവ നിന്റെ സഹോദരനാണോ? നോട്ടി ആൺകുട്ടികൾ ചോദിച്ചു. അവർ ഈ പെൺകുട്ടിയെ കച്ചുവേക്കി ബഹൻ, ആമയുടെ സഹോദരി എന്ന് വിളിച്ച് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇതുണ്ടോ, സൈത്താനി ഇടക്കന്മാർ ഈ പാവം പെൺകുട്ടീനെ കളിയാക്കാണ് കേട്ടോ. ലड़की घर जाकर दुखी हो गई. പെൺകുട്ടിക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. വേ ചുപ്ചാപ്പ് घर से निकली. അവൾ മിണ്ടാതെ വീട്ടിൽ നിന്നും ഇറങ്ങി. അവർ തലാബ് കെ കിനാരെ ജാ പहुंची. കുളത്തിനരികിൽ ചെന്നെത്തി. കച്ചുവ ഉൾട്ടാ പടാത്ത, കച്ചുവ തല മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഉസ്നെ സീതാ കിയ, അവൾ ആമയെടുത്ത് നേരെയാക്കി. അവർ പാനീമേ ചോട് ദിയ, വെള്ളത്തിലേക്ക് വിട്ടു. പെൺകുട്ടി എത്ര നല്ല പെൺകുട്ടിയല്ലേ, നോക്കിക്ക്. ലड़की घर जाकर दुखी होगी. അവൾക്ക് വീട്ടിൽ ചെന്ന് വളരെ സങ്കടം തോന്നി. ചുപ്ചാപ്പ് घर से निकला. വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി മിണ്ടാതെ വീട്ടിൽ നിന്നും പോന്നു. അവർ തലാവൊക്കെ കിനാരെ ജാ പहुंची. കുളത്തിനരികിലെത്തി. കച്ചുവ ഉൾട്ടാ പടാത്ത, കച്ചുവ മറിഞ്ഞു കിടക്കുകയായിരുന്നു. കച്ചുവ ഇങ്ങനെ തലകീഴായിട്ട് കിടന്നു പോയാൽ, നേരെ ഓപ്പോസിറ്റായിട്ട് കിടന്നു പോയാൽ അതിനെ സ്വയം നിവരാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു? ഉൾട്ടാ പടാത്ത, മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഉസിനെ സീതാക്കിയ, അവൾ അതിനെ നേരെയാക്കി. പാനിമേ ചോടുതിയ, വെള്ളത്തിലേക്ക് വിട്ടു. ലड़की बहुत खुश होकर घर की तरफ दौड़ी. അവൾക്ക് വളരെ സന്തോഷിച്ച് അവൾ വീട്ടിലേക്ക് ഓടി. अब उससे कोई कछुए की बहन कहे तो वह नहीं चिढ़ेगी. ഇപ്പോൾ അവൾക്കൊരു വിഷമമില്ല. കച്ചുവേ കി ബഹൻ എന്ന് പറഞ്ഞാലും അവൾക്കൊരു വിഷമവുമില്ല. ഇതുണ്ട് തൻ്റെ പെൺകുട്ടി അതിനെ നേരെയാക്കുക, ഈ ആമയെ നേരെയാക്കണമെന്നുണ്ടോ. എന്നിട്ട് ഇവിടെ ആര് കച്ചുവേക്ക് ബഹൻ എന്ന് പറഞ്ഞാൽ പോലും അവൾക്കൊരു സങ്കടവും തോന്നിയില്ല. അതെ, ആമയെ വെള്ളത്തിലേക്ക് വിട്ടിട്ട് അവൾ ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കഥ. നിങ്ങളെല്ലാവരും വായിക്കാൻ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.